ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ബീഫ് കറി എങ്ങനെയാണ് പെട്ടെന്ന് ഉണ്ടാക്കുന്നത് എന്ന് ഒന്ന് നോക്കാം. അതിനുവേണ്ടി 1/2 കിലോ ബീഫാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ബീഫ് ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം നമുക്ക് ഇത് പൊടികൾ ഇട്ടുകൊടുത്ത് ഒന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കണം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതായിട്ട് ചതച്ചത് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നു. ഒരു ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. 1/2 സ്പൂണ് ഗരം മസാല പൊടിച്ചത് ഇട്ട് കൊടുക്കുക. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാലയാണ് യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം നല്ലതായിട്ടൊന്ന് ഞെരടി ഇത് 10-15 മിനിറ്റ് ഒന്ന് മാറിനേറ്റ് ചെയ്ത് വെച്ചിരുന്നാൽ നല്ലതാണ്. അതിനുശേഷം നമുക്ക് ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം. ഒരു സവാള ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ കുക്കറിലിട്ട് വേവിച്ചെടുക്കുന്നത്. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം ഒന്നുകൂടെ നല്ലതായിട്ട് കൈവച്ച് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കുക്കറിൻ്റെ മൂടി വെച്ച് അടച്ചു കൊടുക്കാം. വെള്ളമൊന്നും ഒട്ടും ഒഴിക്കണ്ട, അല്ലാതെ തന്നെ നമുക്കിത് വേവിച്ചെടുക്കണം. 5 വിസിൽ വരുന്നിടം വരെയും നമ്മളിത് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയും ഒരു ചീനിച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് 3-4 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു സവാള വഴറ്റിയെടുക്കാം. സവാള നല്ലതായിട്ട് വെളിച്ചെണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുക. സവാള വഴണ്ടതിന് ശേഷവും നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം. അതിനുവേണ്ടി 1/2 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. 1/4 സ്പൂണ് ഗരം മസാല പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഇവിടെ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബീഫൊക്കെ കറി വയ്ക്കുമ്പോൾ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിൽ കറി വെച്ചാൽ നല്ലതായിരിക്കും. നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഉപയോഗിക്കുന്നതിലും നല്ലത് ഇങ്ങനെ ഇരുമ്പിൻ്റെ പാത്രങ്ങളൊക്കെ ഉപയോഗിച്ച് എടുക്കുന്നതാണ് നല്ലത്. പൊടികളെല്ലാം ഒന്ന് വഴണ്ടതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. 1/2 സ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മസാലയ്ക്ക് വേണ്ടിയ ഉപ്പാണ് ഈ ഇട്ട് കൊടുത്തത്. നേരത്തെ നമ്മൾ ഇറച്ചി വേവിച്ചപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനിയും വെന്തിരിക്കുന്ന ഇറച്ചി മസാലയോടുകൂടി ആ വെള്ളത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും വെള്ളം മതി, ഗ്രേവി മതി എങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് ഇത് നല്ലതായിട്ട് ആ എണ്ണയിലൊന്ന് വഴറ്റിയെടുത്താൽ വളരെ ടേസ്റ്റായിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈല് ബീഫ് വഴറ്റിയത് നമുക്ക് കിട്ടും. ഇനിയും ഇതിന് കുറച്ചും കൂടി ഗ്രേവി വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഇത് ഒന്നുകൂടെ ഒന്ന് ഗ്രേവിയാക്കി എടുക്കുന്നുണ്ട്. ഇത് നല്ലതായിട്ട് ഈ ഇറച്ചിയും ആ മസാലയെല്ലാം കൂടി നല്ലതായിട്ട് ഒന്ന് ചേർന്ന് വരുന്നതിന് വേണ്ടി 5 മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് 1/4 സ്പൂണ് കുരുമുളക് പൊടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/4 സ്പൂണ് ഗരം മസാലയും കൂടി മുകളിലൊന്ന് ഇട്ട് കൊടുത്താൽ ലാസ്റ്റിൽ നല്ല ടേസ്റ്റും അതുപോലെ നല്ല ഒരു സ്മെല്ലും ഒക്കെ കിട്ടും. അപ്പോൾ ആ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇങ്ങനെ എടുക്കാവുന്നതാണ്. പൊറോട്ടയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈല് ബീഫ് കറിയാണ് ഈ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ രീതിയിൽ സിമ്പിളായി നമുക്ക് ബീഫ് കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വീണ്ടും ഒരു ചെറിയ വിഭവമായി വരുന്നിടം വരെ എല്ലാവർക്കും നന്ദി.